CRT സിലബസിലും CBSE സിലബസിലും ഒരുപോലെ പഠിക്കേണ്ട പാഠഭാഗമാണ് സുഹൃതഹാരങ്ങൾ. പാഠഭാഗത്തിന്റെ ആശയം, കവി, പ്രയോഗഭംഗി, വാങ്മയ ചിത്രങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, 3 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ, 7 മാർക്കിന്റെ ചോദ്യങ്ങൾ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച മഹാകവി N കുമാരനാശാനാൽ വിരചിതമായ 1 നൂറ്റാണ്ട് പിന്നിട്ട ഒരു ഖണ്ഡകാവ്യം ചണ്ഡാലഭിക്ഷുകി. അതിലെ വളരെ മനോഹരമായൊരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ. ചോദ്യങ്ങളുടെ പാറ്റേൺ വ്യത്യസ്തമാണ്, പക്ഷെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന കഠിനമായ ജാതി വ്യവസ്ഥയുടെ കോട്ടകളെ തകർത്തെറിഞ്ഞ വിപ്ലവകരമായ കൃതിയാണ് മഹാകവി കുമാരനാശാന്റെ ചണ്ഡാലഭിക്ഷുകി. അതിലെ അതിമനോഹരമായ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ. ബുദ്ധ ശിഷ്യനായ ആനന്ദനും ജാതി വ്യവസ്ഥയുടെ ഇരയായ മാതംഗിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കേവലം ഒരു ദാഹം തീർക്കൽ മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായി നിലനിന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു പടയൊരുക്കം കൂടിയായിരുന്നു. ജാതിയല്ല ജന്മം, പ്രവൃത്തിയാണ് പ്രധാനം എന്ന ബുദ്ധദർശനത്തെ മുൻനിർത്തി മനുഷ്യത്വം എല്ലാറ്റിനും മീതെയാണെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. ലേൺ മലയാളം ഇതിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പാഠഭാഗത്തിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്റെ പശ്ചാത്തലമായി വരുന്നത് കൊടിയ വരൾച്ച കാരണം സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്ന സമയത്താണ് നടന്നു തളർന്ന് ദാഹാർത്ഥനായ ബുദ്ധശിഷ്യനായ ആനന്ദൻ വെയിലത്ത് വരുന്നത്. ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതംഗി എന്ന യുവതിയെ കാണുന്നു. അവളോട് അദ്ദേഹം കുടിക്കാൻ അല്പം വെള്ളം ചോദിക്കുന്നതാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിദാശുനി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത്യുഷ്ണത്തിൽ വലയുന്ന ആനന്ദൻ മാതംഗിയോട് പറയുന്ന ഇതാണ്: സഹോദരി, എനിക്ക് വലിയ ദാഹം അനുഭവപ്പെടുന്നു. കരുണയോടെ തെളിനീർ പോലെ ശുദ്ധമായ കുറച്ചു വെള്ളം എനിക്ക് നൽകിയാലും. ഈ ഭാഗം സമൂഹത്തിൽ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. മനുഷ്യത്വം ജാതിയേക്കാൾ വലുതാണ്. അക്കാലത്തെ ഐത്താചാരങ്ങൾ പ്രകാരം ഉന്നത കുലജാതർ താഴ്ന്ന ജാതിക്കാരുടെ അടുത്തുനിന്ന് വെള്ളം വാങ്ങാറില്ലായിരുന്നു. എന്നാൽ ബുദ്ധശിഷ്യനായ ആനന്ദൻ മാതംഗിയുടെ ജാതി നോക്കാതെ അവളെ ഭഗിനി, അതായത് സഹോദരി എന്ന് വിളിക്കുകയും അവളിൽ നിന്ന് വെള്ളം ചോദിക്കുകയും ചെയ്തു. സമത്വത്തിന്റെ സന്ദേശമാണ് ഈ കൃതിയിലൂടെ ആശാൻ ഉദ്ദേശിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്ന വിപ്ലവാത്മകമായ ചിന്തയാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. വിശക്കുന്നവനും ദാഹിക്കുന്നവനും ആഹാരവും വെള്ളവും നൽകുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ആനന്ദൻ തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. ഇനി തുടങ്ങുന്നത് ഈ വരികളാണ്: അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലെങ്കു ജാതി മറന്നിതു. പാഠഭാഗം എടുക്കുക. അതിന്റെ അർത്ഥമായി പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്: ആനന്ദന്റെ അഭ്യർത്ഥനയും മാതംഗിയുടെ മറുപടിയുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മാതംഗിയുടെ ആശങ്കയും മറുപടിയും തന്നോട് വെള്ളം ചോദിച്ച ആനന്ദനോട് താൻ ഒരു താഴ്ന്ന ജാതിക്കാരിയാണെന്ന് മാതംഗിയെ ഓർമ്മിപ്പിക്കുന്നു. താൻ ഒരു ചണ്ഡാല സ്ത്രീയാണെന്നും ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമർ നായകന്റെ മകളാണെന്നും അവൾ പറയുന്നു. ഉന്നത കുലജാതനായ അങ്ങ് എന്നെപ്പോലൊരു നീച സ്ത്രീയുടെ കയ്യിൽ നിന്ന് നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചെല്ലെഴുമാര്യന്മാർ. പാഠഭാഗത്ത് വരുന്ന വരികളാണ്. എന്നെപ്പോലൊരു നീച സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചാൽ അത് അങ്ങേക്ക് പാപമാകില്ലേ എന്ന് അവൾ ഭയപ്പെടുന്നു. ആര്യന്മാർ ഒരിക്കലും താഴ്ന്ന ജാതിക്കാരുടെ കയ്യിൽ നിന്ന് ജലം സ്വീകരിക്കാറില്ലല്ലോ എന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് അവൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതിന് ആനന്ദന്റെ ആ ബുദ്ധ സന്യാസിയുടെ വിപ്ലവാത്മകമായ മറുപടി എന്തായിരുന്നു? മാതംഗിയുടെ മറുപടി കേട്ട് ആനന്ദൻ ശാന്തനായി എന്ന ദൃഢമായി മറുപടി നൽകുന്നു. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്നാണ് പറയുന്നത്. തനിക്ക് അവളുടെ ജാതിയല്ല അറിയേണ്ടതെന്നും ദാഹിച്ച് നാവ് വരണ്ടിരിക്കുന്ന തനിക്ക് കുടിക്കാൻ അല്പം വെള്ളമാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ഭയപ്പെടാതെ തനിക്ക് വെള്ളം നൽകാൻ അദ്ദേഹം അവളെ പ്രേരിപ്പിക്കുന്നു. ഇത് കേട്ട് മാതംഗി അത്ഭുത സ്തബ്ധയാകുകയാണ്. അതായത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ എന്ന ആ ബുദ്ധസന്യാസിയുടെ വാക്കുകൾ കേട്ട് ദാഹിക്കുന്നുണ്ട്, ജാതി നോക്കാതെ വെള്ളം തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പേടി കൂടാതെ ഭീതി വേണ്ട തരികതെനിക്ക് നീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പേടി കൂടാതെ വെള്ളം നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ മാതംഗിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. ചുരുക്കത്തിൽ ജാതി വ്യവസ്ഥയുടെ വേലിക്കെട്ടുകളെ തകർക്കുന്ന സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശമാണ് ഈ വരികൾ നൽകുന്നത്. മനുഷ്യത്വമാണ് ജാതിയേക്കാൾ വലുതെന്ന് ആനന്ദനിലൂടെ കുമാരനാശാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു.
പാഠം അവസാനിക്കുന്നത് വരെയുള്ള വരികളുടെ ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാതങ്കിയുടെ ഭയവും ജാതി ചിന്തയും ബുദ്ധശിഷ്യനായ ആനന്ദൻ വെള്ളം ചോദിക്കുമ്പോൾ തന്നെ പോലൊരു ചണ്ടാല സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് അങ്ങേപ്പോലുള്ള ആര്യന്മാർക്ക്, അതായത് ഉയർന്ന കുലജാതർക്ക്, ഉന്നത കുലജാതർക്ക് പാപമാകില്ലേ, പാപമുണ്ടാം ഇവിടെ ഒരു ചണ്ടാലി എന്നാണ് പറയുന്നത്. താൻ വെള്ളം നൽകുന്നത് അങ്ങേക്ക് ദോഷമുണ്ടാക്കുമെന്നും അവൾ വിനീതിയായി പറയുന്നു. അതായത് അങ്ങേക്ക് വെള്ളം തന്നാലും എനിക്ക് പാപമുണ്ടാകും എന്നാണ് അവൾ പറയുന്നത്. വീണ്ടും മാതങ്കിയുടെ ആശങ്കയെ ശമിപ്പിച്ചുകൊണ്ട് ആനന്ദൻ മറുപടി പറയുന്നു. എനിക്ക് അവളുടെ ജാതിയല്ല അറിയേണ്ടത്, ദാഹിച്ചു നാവ് വരണ്ടിരിക്കുന്നത്, എനിക്ക് അല്പം വെള്ളമാണ് ആവശ്യമെന്നും അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഒട്ടും ഭയപ്പെടാതെ തനിക്ക് വെള്ളം തരിക എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കൈകൾ നീട്ടുന്നു. മാതങ്കിയുടെ മാറ്റവും ജലം നൽകലും ആനന്ദന്റെ വാക്കുകൾ കേട്ട് അവളിലുണ്ടായ മാറ്റം കവി മനോഹരമായി വർണ്ണിക്കുന്നു. തന്റെ സഹോദരി എന്ന് വിളിച്ച ആ മഹാത്മാവിന്റെ വാക്കുകൾ കേട്ട് അവൾ അത്ഭുത പരതന്ത്രയായി നിറഞ്ഞ പുഞ്ചിരിയോടെയും വിസ്മയത്തോടെയും അവൾ തന്റെ കയ്യിലിരുന്ന പാത്രത്തിലെ തെളിനീർ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പകർന്നു നൽകുന്നു. ആനന്ദൻ ആ ജലം സന്തോഷത്തോടെ സ്വീകരിച്ചു കുടിക്കുന്നു. മാതങ്കി നൽകിയ ആ വെള്ളത്തിന്റെ ഓരോ തുള്ളിയും അന്തമില്ലാത്ത പുണ്യഹാരങ്ങളായി ഭിക്ഷുവിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കപ്പെടുന്നുണ്ടാവാം എന്ന് കവി വർണ്ണിക്കുന്നു. ഈ കാവ്യം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? മനുഷ്യർക്കിടയിലുള്ള ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ അർത്ഥശൂന്യമാണെന്നാണ് ഈ വരികൾ സമർത്ഥിക്കുന്നത്. മനുഷ്യത്വമാണ് മനുഷ്യന് ഏറ്റവും വലിയ ജാതി എന്നും ദാഹിക്കുന്നവന് വെള്ളം നൽകുന്നതിലും വലിയ പുണ്യം മറ്റൊന്നില്ലെന്നും കുമാരനാശാൻ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ആനന്ദ ഭിക്ഷുവിലേക്ക് ഒന്ന് നോക്കിയാലോ. ബുദ്ധഭിക്ഷുവാണ് ആനന്ദൻ. ബുദ്ധസന്യാസിയാണ്. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ്. ബുദ്ധമത തത്വങ്ങളിൽ അഗാധമായ അറിവും ബോധമുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിനുള്ളത്. ജാതിരഹിതമായ ഒരു കാഴ്ചപ്പാടാണ് ആനന്ദ ഭിക്ഷുവിൽ നമുക്ക് ദർശിക്കാനാവുന്നത്. ജാതി ചോദിക്കുന്നില്ല, ഞാൻ സോദരി ചോദിക്കുന്നു, നീർ നാവ് വരണ്ടഹോ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ജാതി വിവേചനത്തിനെതിരായുള്ള ശക്തമായ സന്ദേശമാണ്. മനുഷ്യരെല്ലാം തുല്യരാണെന്ന ബുദ്ധമത ദർശനമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. കരുണയുടെ പ്രതീകമാണ് അദ്ദേഹം. ദാഹശമിപ്പിക്കാൻ വെള്ളം ചോദിക്കുന്നതിലൂടെ ഒരു ചണ്ടാല സ്ത്രീയെ പോലും സഹോദരിയെ കാണാനുള്ള അദ്ദേഹത്തിന്റെ കരുണയും ദയയും ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ഇനി മാതങ്കിയെ ശ്രദ്ധിച്ചാലോ. ചണ്ടാല സ്ത്രീയാണ്, താഴ്ന്ന കുല ജാതിയാണ്, ചാമർ വിഭാഗത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെയാണ് മാതങ്കി പ്രതിനിധാനം ചെയ്യുന്നത്. സാമൂഹിക അടിച്ചമർത്തലിന്റെ ഇരയായവൾ. ജാതി നിയമങ്ങൾ കാരണം വെള്ളം നൽകാൻ ആദ്യം അടിച്ച മാതങ്കി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി മാറുന്നു. ആനന്ദന്റെ വാക്കുകളിലൂടെ അവൾക്ക് ജാതി വ്യവസ്ഥയുടെ പൊള്ളത്തരം മനസ്സിലാവുകയും പിന്നീട് ബുദ്ധമതത്തിൽ ചേർന്ന് ഭിക്ഷുണിയാവുകയും ചെയ്തു. അവളുടെ ഈ പരിവർത്തനം സാമൂഹിക മാറ്റത്തിനായുള്ള ഒരു ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. അറിവും അന്തസ്സും നൽകുന്ന മാതങ്കിയുടെ ഈ പെരുമാറ്റശീലങ്ങളിൽ ഒരു പക്വത നമുക്ക് ദർശിക്കാവുന്നതാണ്. അവളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് ശബ്ദവും അന്തസ്സും ലഭിക്കുന്ന കാഴ്ചയും ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. ജാതിരഹിത സമൂഹമാണ് ഈ കവിതയിലൂടെ ആശാൻ ഉദ്ദേശിക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യതയെയും അനാചാരങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുക എന്നതാണ് ഈ കാവ്യത്തിന്റെ പ്രധാന സന്ദേശം. ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ടാണ് മനുഷ്യന്റെ മഹത്വം എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരെല്ലാം ഒന്നാണെന്ന സമത്വ ദർശനമാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യത്വം എന്ന ഒരൊറ്റ ജാതി മാത്രമേ ഉള്ളൂ എന്ന ആശയം ആനന്ദൻ എന്ന കഥാപാത്രത്തിലൂടെ സ്ഥാപിക്കുന്നു. കരുണയുടെ പ്രാധാന്യം ഈ കവിതയിൽ വളരെ വെളിവാർന്ന രീതിയിൽ ആശാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് വെള്ളം നൽകുന്നത് പോലും ഒരു പുണ്യകർമ്മമാണെന്നും അവിടെ ജാതിയും മതവും നോക്കേണ്ടതില്ലെന്നും കവി പറയുന്നു. കരുണ എന്നത് മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന ശിലയാണ്. കാലത്ത് നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെയുള്ള ഒരു വിപ്ലവകരമായ സന്ദേശമാണ് ഈ കൃതി നൽകുന്നത്.